വൈദ്യുതാഘാതമേറ്റ് യുവാവ് മരിച്ചു എന്നൊരു വാർത്ത ഇടുക്കി അടിമാലിയിൽ നിന്നും വരുന്നു. ഇരുമ്പുപാലം പടിക്കപ്പുന്നതിയിലെ രമേശാണ് മരിച്ചത്. 24 വയസ്സാണ്. വൈദ്യുതി ലൈനിന്റെ ടച്ച് വെട്ടുന്ന ജോലിക്കിടെ വൈദ്യുതാഘാതം ഷോക്കേൽക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് നൽകുന്ന വിവരം. രാഹുൽ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്താണ് ഉണ്ടായത്? പ്രജൻ, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. മഴ തുടങ്ങിയതോടുകൂടി ഈ ലൈനുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കമ്പുകളൊക്കെ വെട്ടുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളാണ്. താൽക്കാലിക ജീവനക്കാരനാണ്, കോൺട്രാക്ട് ജീവനക്കാരനാണ്. ഇവർ ഒരു കൂട്ടത്തോടൊപ്പം ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ ഈ ടച്ച് വെട്ടുന്നതിന് വേണ്ടി ട്രാൻസ്ഫോമറിൽ നിന്ന് ഫ്യൂസ് ഊരി മാറ്റേണ്ട ജോലിയാണ് ഈ രമേശ് ചെയ്തിരുന്നത്. ഇതിനിടയിൽ ട്രാൻസ്ഫോമറിനോട് ചേർന്നുള്ള ഫ്യൂസിന് സമീപത്ത് നിന്ന് വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു. ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നിലവിൽ ഈ രമേശിന്റെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കാലമാണ്, ശക്തമായ മഴ അതിങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം കൂടി കേരളത്തിലുണ്ട്. ആ സമയത്താണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഈ സമയത്ത് ഇത്തരത്തിൽ മുന്നൊരുക്കങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് KCBയും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും എല്ലാം തന്നെ ഇത്തരം വർക്കുകൾ നടത്തുന്നുണ്ട്. അവിടെ എല്ലാം വളരെ ജാഗ്രത വേണം എന്നാണ് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.